ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പാക് അധീന കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത് വളരെ വലിയ ചർച്ചയാവുകയാണ്. പാക് അധീന കാശ്മീരിൽ ഇത്രയും കാലം നമ്മൾ കണ്ടതുപോലെയല്ല, തുറന്ന് പറയുകയാണ് അവിടെയുള്ള നേതാക്കൾ. എന്ന് വെച്ചാൽ പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന അവരുടെ നേതാക്കൾ തുറന്ന് പറയാണ്, ഞങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം വേണം, ഇനിയും പാകിസ്ഥാനിൽ തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. പാകിസ്ഥാൻ അനധികൃതമായിട്ട് ഞങ്ങളെ ഇവിടെ അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി നിർത്തിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം പറയാണ്. എനിക്ക് അതിശയം തോന്നിയ കാര്യം, ഈ ഒരു കാര്യം ഞാൻ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അപ്പോ ഒരു യുവ നേതാവാണ്, പ്രായം ചെന്ന ആളല്ല പറയുന്നത്, ഒരു യുവാവായിട്ടുള്ള നേതാവ് ജനങ്ങളോട് ഇത് പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കയ്യടിയാണ് അതിശയിപ്പിക്കുന്നത്. ഒന്നോ രണ്ടോ മൂന്നോ പേരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പതിനായിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന വേദിയിലാണിത് പറയുന്നത്. കയ്യടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായഭേദമില്ലാതെ കൊച്ചു കുട്ടികൾ മുതൽ യുവാക്കൾ മുതൽ വളരെ പ്രായമായ മനുഷ്യരടക്കം സകലരും അവിടെ ഇരിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണാം. എല്ലാവരും ഒന്നടങ്കം കൈയടിക്കുന്നു എന്ന് പറയുമ്പോൾ പാക് അധീന കാശ്മീരിൽ കാറ്റുമാറി വീശുകയാണ്. ഇത്രയും കാലം കാണാത്തൊരു ജനകീയമായ സപ്പോർട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടും അവിടെ ഉണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. സത്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആക്റ്റീവായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇടപെടണം. ഇവിടെ പലരും പറയുന്നത് കേൾക്കാം, ഇത് പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അവിടെയുള്ള പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യേണ്ട, അവരവരുടെ കാര്യം നോക്കി ജീവിക്കും. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകേണ്ടതിന് ചരിത്രപരമായ കാരണങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ഫ്യൂച്ചറിനും കൂടി അത് ആവശ്യമാണ്. നോക്കൂ, നമ്മൾ നേരിടുന്ന പ്രശ്നത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടെ പലരും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ കഴിയുന്നില്ല. നമുക്ക് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന നമ്മുടെ ഏഷ്യയുടെ പ്രധാന ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല. പാകിസ്ഥാനിലൂടെയാണ് നമ്മൾ നേരത്തെ അവിടെ പോയിക്കൊണ്ടിരുന്നത്. വിമാനങ്ങൾ പറത്തുന്ന കാര്യം മുതൽ നമുക്ക് ചരക്ക് നീക്കം ഉൾപ്പെടെ സകല കാര്യങ്ങളിലും പാകിസ്ഥാനെ ആ കാര്യത്തിൽ സഹായം വേണ്ടിയിരുന്നു. പാകിസ്ഥാനിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മോശമായത് കാരണം നമുക്ക് ഇറാൻ വഴി മാത്രമേ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഇറാൻ വഴി പോകുമ്പോൾ ഇപ്പൊ എന്താ പ്രശ്നം? ഓൾറെഡി ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക പ്രശ്നങ്ങൾ തീരാ ദുഃഖമായി നിൽക്കുകയാണ്. അവിടെ എന്നും പ്രശ്നമാണ്, യുദ്ധമാണ്. ഇനി അതിനേക്കാൾ വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ചുറ്റിക്കറങ്ങി വേണം പോവാൻ. മാത്രമല്ല, പാകിസ്ഥാന്റെയും ചൈനയുടെയും ഗ്വാദർ തുറമുഖത്തിന്റെ സമീപത്തൂടെ വേണം നമുക്ക് പോവാൻ. എല്ലായ്പ്പോഴും ഒരു ത്രെട്ട് നമുക്ക് അവിടെ ഉണ്ട്. ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കരമാർഗം ഒരു മികച്ച പാത ഉണ്ടായേ തീരൂ. അതിന് നമുക്ക് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഉൾപ്പെടെ പാക് അധീന കാശ്മീർ പൂർണ്ണമായി നമ്മുടെ കയ്യിൽ കിട്ടിയേ മതിയാകൂ. അത് ഇന്നത്തെ ആവശ്യം എന്നതിലുപരിയായി നാളത്തേക്ക് നമുക്ക് ആവശ്യമാണ്. ഈ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇങ്ങനെയൊക്കെയുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് ധാരാളമുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് അപൂർവ ധാതുക്കൾ, അതുപോലെ തന്നെ യുറേനിയം അടക്കം ധാരാളം പ്രകൃതി നിക്ഷേപമുള്ള പ്രദേശങ്ങളാണ്. വലിയ രാജ്യങ്ങളാണ്, പോപ്പുലേഷന് വളരെ കുറവാണ്. സോ ഈ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പലതരത്തിൽ ട്രേഡ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തേക്ക് മാത്രമല്ല, നാളത്തെ കൂടി നമ്മൾ മുന്നിൽ കാണണം. റഷ്യയിൽ നിന്നുള്ള നമ്മുടെ ട്രേഡിന് ഈ ഒരു പാത ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ എത്ര അഡ്വാൻറ്റേജ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമുക്ക് എത്രമാത്രം ദൂരം ചുറ്റിക്കറങ്ങിയാണ് റഷ്യയിലേക്ക് പോകേണ്ടി വരുന്നത്. സോ നമുക്ക് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ കിട്ടേണ്ടത് നമ്മുടെ രാജ്യത്തിന് ഒരു അഭിമാന പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ ചരിത്ര പശ്ചാത്തലം വെച്ചു നമുക്ക് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് കിട്ടണം എന്നത് മാത്രമല്ല. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള നിലനിൽപ്പിന് കൂടി ഇത് ആവശ്യമാണ് എന്നതാണ് പ്രശ്നം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഏത് വിധേനയും പാക് അധീന കാശ്മീർ പിടിച്ചെടുത്തേ പറ്റൂ. അപ്പൊ അത് ഒറ്റയടിക്ക് പോയിട്ട് അവിടെയുള്ള ആളുകളെയും ആ പ്രദേശത്തെയും നമ്മൾ ഇന്ത്യ പോയി പിടിക്കാന്ന് പറഞ്ഞാൽ, യുദ്ധം ചെയ്ത് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, UN-ന്റെ ഇടപെടലടക്കം വലിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അവിടെയുള്ള ജനങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതും അതിനവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ നിന്ന് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ സ്വതന്ത്രമാക്കാനായിട്ട് ഇന്ത്യ സപ്പോർട്ട് കൊടുക്കുക തന്നെ വേണം. അതിനുശേഷം ബുദ്ധിപരമായിട്ട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി അതിനെ മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ രാജ്യത്തിന് 10-60 ലക്ഷം പേരെ കൂടി താങ്ങാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. ഇവിടെ പലരും പറയുന്ന പോലെ അങ്ങ് ഭയാനകമായ ഭൂരിപക്ഷമൊന്നും അവിടെ ജനങ്ങളൊന്നും ഇല്ല. ഈ പാകിസ്ഥാൻ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആസാദ് കാശ്മീർ എന്നാണ് അവർ വിളിക്കുന്നത്. ഈ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്നത് ഒരു ചെറിയ ഭാഗമാണ്, പക്ഷെ അവിടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാണ്. ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗത്ത് മാത്രം 43 ലക്ഷം പേരുണ്ട്.
എന്നാൽ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് വിളിക്കുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളിൽ ജനസംഖ്യ വളരെ കുറവാണ്. 17 ലക്ഷം പേരേ ഉള്ളൂ. അപ്പൊ ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാനും ആസാദ് കാശ്മീരും കൂടി ചേർന്നാൽ ആകെ മൊത്തം ഉള്ള പോപ്പുലേഷൻ ഒരു 60 ലക്ഷം പേര് മാത്രമാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിൽ മാത്രമുണ്ട് 3.5 കോടി ജനങ്ങൾ. അപ്പൊ ആകെ മൊത്തം പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ പോപ്പുലേഷൻ 60 ലക്ഷമാണ്. ഈ 60 ലക്ഷത്തിൽ തന്നെ ഈ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ വിഭാഗം പേര് പാകിസ്ഥാനിലെ മെയിൻലാൻഡിൽ നിന്ന് വന്ന് കിടക്കുന്ന പഞ്ചാബികളൊക്കെയാണ്. സോ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാനായിട്ട് ഈ പ്രദേശം പോവുകയാണെങ്കിൽ, അഥവാ ഏതെങ്കിലും കാരണവശാൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയാണെങ്കിൽ, വലിയൊരു വിഭാഗം ഈ പഞ്ചാബികളും പാകിസ്ഥാന്റെ മെയിൻലാൻഡിലുള്ളവരും ഇന്ത്യ വിരുദ്ധരും ഒക്കെ ഭയന്നിട്ട് പാകിസ്ഥാന്റെ മെയിൻലാൻഡിലോട്ട് തന്നെ തിരിച്ചു പോകും. പിന്നെ ചിലപ്പോൾ ഒരു 50 ലക്ഷം പേരാറ്റ കാണും. ഈ 50 ലക്ഷം പേരൊന്നും 145 കോടി ജനസംഖ്യയുള്ള ഇന്ത്യക്ക് ഒരു ബാധ്യതയേ അല്ല. മറിച്ച് ജിയോഗ്രഫിക്കലി സ്ട്രാറ്റജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലാൻഡ്, ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വളരെ പ്രധാനമാണ്. ഇത് അഭിമാന പ്രശ്നം മാത്രമല്ല, നമ്മുടെ ഭാവിക്ക് ഇത് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ഏഷ്യയുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി, അതിനേക്കാളൊക്കെ അപ്പുറം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി രണ്ട് രാജ്യങ്ങളെയും രണ്ട് ഭാഗത്താക്കി മാറ്റാൻ നമുക്ക് കഴിയും. അത് നമുക്ക് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് ചെറുതൊന്നുമല്ല. അപ്പൊ ഈ പാക് അധീന കാശ്മീരിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ വളരെ സീരിയസ് പ്രക്ഷോഭമാണ് നടക്കുന്നത്. ഒരു പക്ഷേ പാക് അധീന കാശ്മീർ സ്വാതന്ത്ര്യം നേടുന്നതിലേക്ക് തന്നെയായിരിക്കും അത് അവസാനിക്കാൻ പോകുന്നത്. തുറന്ന് ഇന്ത്യയെ അവർ പിന്തുണയ്ക്കുന്നു. ഇന്ത്യയുടെ സപ്പോർട്ട് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തേടുന്നു. ഇത് അനുകൂല ഘടകമാണ്. ഇത് പാക് അധീന കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ ചരിത്രം തിരുത്തി കുറിക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.